പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർമ്മലമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഇന്ന് നമ്മൾ ഏതൊക്കെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ പരിശുദ്ധ കർമ്മലമാതാവ് പ്രത്യേകമായിട്ട് ആ നിയോഗങ്ങളിൽ നമ്മെ സഹായിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് കേട്ടോ ഞങ്ങളുടെ ഇടവകയിൽ വന്ന് ഞങ്ങളൊരു 5ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്കായിട്ടാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് വന്നത്. പിതാവ് വന്നപ്പോൾ ഒരു ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് അത് വലിയ ബ്ലെസ്സിങ്. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത മെത്രാനിലാണ് സഹോദരൻ. അതുകൊണ്ട് തന്നെ ഒരു മെത്രാൻ്റെ ബ്ലെസ്സിങ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അച്ഛനെന്ന ബ്ലെസ്സിങ് ഒക്കെ സ്വീകരിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തനം 31:8. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ചില വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ലേ. പലപ്പോഴും നമ്മൾ നഷ്ടധൈര്യരായിത്തീരുന്നത് ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു വാഗ്ദാനം, അടുത്ത വാഗ്ദാനം പറയുന്നത് അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. അവിടുന്ന് നിന്നെ, അതായത് നമ്മൾ ഒറ്റയ്ക്ക് തള്ളിവിടില്ല എന്ന്, ഞാനിഞ്ഞി നിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ മാറിപ്പോവില്ല. ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില അവസ്ഥകൾ നമ്മെ ശരിക്കും ഭയപ്പെടുത്തും, നമ്മുടെ സംഭ്രമം നമുക്ക് നൽകും. യേശു പറയാണ്, മകനെ നീ ഭയപ്പെടേണ്ട, നീ പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ഇത് പുതിയ നിയമത്തിലെ യേശു പറയുന്നു. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം നിരന്തരം പറയാണ്, നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നീ പേടിക്കാതിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ആവർത്തിച്ച് പറയണം. മാത്രമല്ല, ഈ വചനം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏത് മേഖലയിലാണോ ശരിക്കും നമ്മൾ നഷ്ടധൈര്യരായിരിക്കും. എന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഭയങ്കരമായൊരു നിസ്സംഗതയും ഭയമൊക്കെ നമുക്ക് വരുന്നത്. ആ മേഖലയെ മനസ്സിൽ കണ്ടിട്ട് ഈ വചനം ആവർത്തിച്ച് പറയണം. ആ മേഖലയുടെ മേല് വിജയം വരിക്കത്തക്ക വിധത്തിൽ വിശ്വാസത്തോടെ ഈ വചനം പറയാനായിട്ട് പരിശ്രമിക്കണം. സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും.